കുടുംബം, സമ്പൽ സമൃദ്ധിയുടെ കുടുംബം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബേത്ലഹേം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പച്ചപ്പുള്ള ദേശം, പുഷ്ടിയുള്ള ദേശം, ആരാധനയുള്ള ദേശം, ആത്മാവുള്ള ദേശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ സമ്പൽ സമൃദ്ധിയോടുകൂടെ പാർത്തിരുന്നവരാണ് ഈ കുടുംബം. എന്നാൽ ഹല്ലേലൂയ, ഒരു കാലഘട്ടം കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അല്പമാകുന്ന ക്ഷാമം ഉണ്ടാകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, ആഹാരത്തിന് ക്ഷാമമുണ്ടായി, അപ്പത്തിന് ക്ഷാമമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മോവാബ് ദേശത്ത്, ആമേൻ, ഹല്ലേലൂയ, ഭക്ഷണം കൊടുത്തു തുടങ്ങി എന്നിവർ അറിഞ്ഞപ്പോൾ അവർ ആ ദേശത്തേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരെ പിതാവ്, ആമേൻ, മാതാവ്, 2 മക്കളടങ്ങുന്ന ഈ കുടുംബം ആ ദേശത്തിലേക്ക് കടന്നു പോകുവാൻ ഇവർ, ഹല്ലേലൂയ, സ്വയം ഇവർ തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് ആലോചന ചോദിച്ചില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, ദൈവാലോചനയ്ക്ക് താണിരുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള ആ സന്ദർഭ വേളയിൽ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം, ആമേൻ, ആരാധനയില്ലാത്ത മോവാബ് ദേശത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ സേവിക്കുന്ന ദേശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ ഭയമില്ലാത്ത ദേശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, താങ്ക് യു ലോർഡ്. ആത്മാവിൽ ആരാധിച്ച കുടുംബം, ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ സേവിച്ച കുടുംബം മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അന്ധകാര പാരകൾ ദൈവത്തിന്റെ ജനത്തെ തടയിട്ട് പോരടിച്ച് മരുഭൂമിയുടെ മണ്ഡലങ്ങളിലേക്ക് ആഴ്ത്തിക്കളയുന്ന അന്യായ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ദൈവാലോചനയില്ലാതവണ് ഇവർ മോവാബിലേക്ക് കടന്നു ചൊല്ലുവാനിടയായി. ആമേൻ, തീർന്നു ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയാണ്, ആമേൻ, ഏറിയ നാൾ കഴിയുന്നതിന് മുൻപ് ആമേൻ എലീമേലേക്ക് മരിച്ചു. ആമേൻ, ഹല്ലേലൂയ. നവോമി 2 മക്കളെ ശേഷിച്ചു. അവർ മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിക്കുവാനിടയായി തീർന്നു. ഒരുത്തിക്ക് ഓർഫ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയാണ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒടുവിൽ മഗ്ലോനും കില്യോനും മരിച്ചു. 2 മരുമക്കളും, ആമേൻ, ഹല്ലേലൂയ, നവോമിയും ശേഷിക്കുവാനിടയായി തീർന്നു. ആമേൻ. ആ ദേശത്തായിരിക്കുമ്പോൾ കേൾക്കുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്വന്തം ദേശത്ത്, ആമേൻ, കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി തുടങ്ങി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങി, ആഹാരം കൊടുത്തു തുടങ്ങി, അപ്പത്തിന്റെ ക്ഷാമം വിട്ടുമാറി, കൊയ്ത്തിന്റെ ആരംഭം തുടങ്ങിയിരിക്കുന്നുവെന്ന് അവൾ അവിടെ വെച്ച് കേട്ടിട്ട് അവൾ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ മടങ്ങി വരുവാനുള്ള സമയത്ത് നീ മടങ്ങി വന്നില്ല എങ്കിൽ നിനക്കുള്ളതെല്ലാം നഷ്ടമാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മടങ്ങി വരുവാൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആമേൻ. ദൈവാലോചനകൾ കേൾക്കുമ്പോൾ, ദൈവിക ദൂതുകൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ തുറന്നു കൊടുത്തില്ല എങ്കിൽ പിന്നത്തേതിൽ, ഹല്ലേലൂയ, തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നിട്ട് ഒറ്റപ്പെട്ട അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളുമായി തീരുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ആയതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവഭക്തന്മാർ വിളിച്ചു പറയുന്നതിന്റെ കാരണം ഇതാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ബേത്ലഹേം ദേശത്തിൽ, ആമേൻ, ആഹാരം കൊടുത്തു തുടങ്ങിയെന്ന് അവൾ അവിടെ വെച്ചൊരു വാർത്ത കേട്ടിട്ട് അവൾ മടങ്ങി വരുവാൻ, ഹല്ലേലൂയ, തീരുമാനമെടുക്കുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഓടിപ്പോകട്ടെ. ഹല്ലേലൂയ. വചനം പറയുക, ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച്, ആമേൻ, പിരിഞ്ഞു പോകുവാനിടയായി. രൂത്ത് പറയുകയാണ്, ഹല്ലേലൂയ, എന്നോട് പിരിഞ്ഞു പോകുവാൻ പറയരുതേ. നീ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതവണ് ഒരു വേർപാടില്ല എന്ന് അവൾ ഉറച്ച തീരുമാനത്തോടുകൂടെ രൂത്ത് അമ്മായിയമ്മയുടെ
മാറ്റി നിൽക്കുവാനിടയായി. അവിടെ തീരുമാനം വലുതെന്ന് കണ്ടപ്പോൾ ആമേൻ നവോമി അവളെ എതിർത്തില്ല. അവളെ ചേർത്തുകൊണ്ട് ബേത്ലഹേം പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയായി. അവർ കടന്നു വരുന്നത് യവകൊയ്ത്തിന്റെ ആരംഭ ദിനത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ കലവറയിലേക്ക് കാല് വച്ചിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിന്റെ നന്മയെ കൊള്ളയടിക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ കൊള്ളയടിക്കുവാൻ, നിന്റെ ആയുസ്സിനെ കൊള്ളയടിക്കുവാൻ ശത്രുവായവൻ ഈ നാളുകളിൽ ഏഷണി വാക്കുകളെ പറഞ്ഞ് അപരാധങ്ങളെ പറഞ്ഞ് പിന്നിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, ഹല്ലേലൂയ, മുന്നിൽ ഒരു അനുഗ്രഹമുണ്ട്, മുന്നിൽ ഒരു വിടുതലുണ്ട്, മുന്നിൽ ഒരു രക്ഷയുണ്ട്. അത് നേടിയെടുക്കാതിരിക്കത്തക്കവണ്ണം ശത്രുവിന്റെ കെണിയാണ്, ശത്രുവിന്റെ കുരുക്കാണ് എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കും? വഴിതടിയുന്ന ശത്രുവിനോട് പറ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ മുന്നിൽ യഹോവ ഒരു വഴി തെളിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യസ്ഥാനം കരസ്ഥമാക്കുവോളം ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും, ഞാൻ വിരുദ്ധ പ്രാപിക്കും വരെയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ദൈവത്തെ ഞാൻ ഹല്ലേലൂയ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അവനെ നീ അനുഗ്രഹിച്ചാലും ഇല്ല എങ്കിൽ യേശു തന്നെയായ എന്റെ ദൈവമെന്ന് ഈ പകൽക്കാലം എത്ര പേർ പറയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്താൽ അല്ലാതെ വണ്ണം ആമേൻ, ഹല്ലേലൂയ, നിന്നെ വിട്ടു പിരിവാൻ എന്നോട് പറയരുതേ എന്ന് പറയുവാനിടയായി. നവോമി അവളെ ഉപദേശിക്കുന്നത് അവിടെ വെച്ച് നിർത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, 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 ഹല്ലേലൂയ. രൂത്ത് കടന്നു വന്നത് വീണ്ടെടുപ്പുകാരനാകുന്ന ബോബസിന്റെ വയലിലേക്ക് പ്രാരംഭ ദിനത്തിൽ തന്നെ കാലാപരക്കുവാൻ കടന്നുപോയതായി വിശുദ്ധ വേദപുസ്തകം ഇന്ന് പകൽക്കാലം നമ്മോട് വിളിച്ചു പറയുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമം ജയമെടുക്കട്ടപ്പ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തകർന്നിരിക്കുന്ന മനസ്സുകളെ, നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുമാറാകണമേ. നഷ്ടങ്ങളെ ലാഭമാക്കണമേ, പരാജയങ്ങളെ ഹല്ലേലൂയ വിജയകരമാക്കി തെളിയിക്കുമാറാകണമേ. പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ഒരു ഉന്നത വിജയം ഇന്ന് പകൽക്കാലം സ്വർഗം പകരുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നാം കേട്ടു, ആമേൻ, അപ്പന്റെ ഹല്ലേലൂയ ഇളയ മകൻ സകല സ്വത്ത് സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് ചെന്ന് ആമേൻ സ്വത്ത് മുഴുവൻ ദുർവിനിയോഗപ്പെടുത്തി ആഹാരത്തിന് മുട്ട് വന്നപ്പോൾ പന്നി കഴിക്കുന്ന വാള വരെ തിന്നുകൊണ്ട് ജീവനം കഴിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അതുപോലും അവന് കൊടുത്തില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ അപ്പൻ മകനെ ഹല്ലേലൂയ മടങ്ങി വരവ് കാത്ത് ഇരിക്കുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പകൽക്കാലം ഹല്ലേലൂയ ആരുടെയെല്ലാം മാനസാന്തരത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗം ഇറങ്ങുന്ന നാളുകളാ ഈ നാളുകൾ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു അവരുടെ മേൽ ചിലത് വന്ന് വെളിപ്പെടുവാൻ പോകുകയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേൽത്തരമാകുന്ന അങ്കി ധരിപ്പിക്കുന്ന കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. യോസേഫ് ആമേൻ വാർദ്ധക്യത്തിലെ സന്തതിയാകൊണ്ട് യോസേഫിന്റെ പിതാവ് ഒരു അങ്കി ധരിപ്പിച്ചു, ഹല്ലേലൂയ, തയ്ച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അത് സഹോദരന്മാർക്ക് കണ്ണുകടിയായി മാറി, വെറുപ്പായി മാറി. ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തെ പിന്തുടരുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ആത്മീയത കണ്ട്, നിന്റെ ശുശ്രൂഷ കണ്ട്, നിന്റെ മുന്നോട്ടുള്ള ഹല്ലേലൂയ യാത്ര കണ്ട്, വളർച്ച കണ്ട്, ഉയർച്ച കണ്ട്, പേര് കണ്ട്, പെരുമ കണ്ട് അസൂയ കൂറുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുക, ഓ ഹല്ലേലൂയ, വളർച്ച ഘട്ടം ഘട്ടമായി തുറന്നു വിടുക യേശുനാഥൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുവടച്ച മണ്ഡലങ്ങളെ അവൻ തുറന്നു വയ്ക്കുകയാ. ഇന്ന് പകൽക്കാലം തൊട്ട് കൊട്ടിയടക്കപ്പെട്ട വാതിലുകളെ തുറക്കുന്ന ഒരു പകലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 42 വരുമ്പോൾ ആമേൻ അവിടെ പറയുന്നു, യോബിനുണ്ടായിരുന്ന സകല സ്നേഹിതന്മാര്, സഹോദരി സഹോദരന്മാര്, പ്രൈസ്
കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് പകൽ വേളയിൽ ആമേൻ 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 ഹല്ലേലൂയ നമ്മുടെ നടുവിലുണ്ടെന്ന് മറന്നു പോകരുതേ. നഷ്ടമായതിനെ ഇരട്ടിയായി മടക്കി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ. യൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുക. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ 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 ആമേൻ. യൂത്ത് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ ആമേൻ കേട്ടുവല്ലോ. ആമേൻ അവൾ ഹല്ലേലൂയ കാലാ പറക്കുവാൻ പോയത് ബോബസിന്റെ വയലിലേക്കായിരുന്നു. ആമേൻ നവോമിയുടെ ചാത്തക്കാരാകുന്ന ആമേൻ സമ്പന്നന്റെ വയലിലാണ് അവൾ കടന്നു പോയത്. അവൾക്കറിയത്തില്ല ഇതാരുടെ വയലാണ്. അവൻ വീണ്ടെടുപ്പുകാരനാണോ, രക്ഷിതാവാണോ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൃഷ്ടിപിതാവാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ അവളെ ദൈവാത്മാവ് ഹല്ലേലൂയ നയിച്ചത് ബോബസിന്റെ വയലിലേക്കായിരുന്നു. ഒരു പ്രിയ ദൈവത്തിന്റെ പൈതലിനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ മരണ വഴിയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കാറില്ല. പ്രൈസ് ദി ലോർഡ് അപകട മേഖലകളിലേക്ക് ആത്മാവ് നയിക്കാറില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവചനം അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവാത്മാവ് പ്രവചിക്കുന്നുവെങ്കിൽ അത് മരണ വഴികളാകത്തില്ല, അത് രക്ഷയുടെ വഴികളായി തീരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു പ്രൈസ് ദി ലോർഡ് ഇന്നയോളം ദൈവാത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ യാഗപീഠത്തിൽ നിന്ന് ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ കരം വെച്ചുകൊണ്ട് പറയുവാൻ കഴിയും ദൈവാത്മാവാണ് പ്രവചിച്ചുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശത്രു നിന്നെ മരണ വഴിയിലേക്ക് നയിക്കത്തില്ല. നിന്റെ ജീവിതം എന്റെ ജീവിതം അത് ധന്യവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മാനുഷ്യമാകുന്ന ആലോചനകളും മാനുഷ്യമാകുന്ന പ്രവചനങ്ങളും പലരും കടത്തി വിടുന്നത് കൊണ്ട് അത് ശത്രു മുതലെടുത്തിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മരണത്തിന്റെ കണികളെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പകൽക്കാലം ഞാൻ പറയുന്നു ദൈവാത്മാവ് ഒരു ദൈവത്തിന്റെ പൈതലിനെ ഒരിക്കലും നാശത്തിന്റെ വഴികളിലേക്ക് അവൻ തള്ളിവിടാറില്ല. ദുർഘട മേഖലകൾ കടന്നു വരുമ്പോൾ താങ്ങിയെടുത്തക്കര അവൻ എത്തിക്കുന്ന കർത്താവിനെയാ ഞാനും നിങ്ങളും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 7-ാം വാക്യം പറയുകയാണ്, എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരിപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേൽ ഉറപ്പാക്കുന്ന വിധം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ബോബസാണ് ഹല്ലേലൂയ യൂത്തിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ചിന്തിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ മറ്റൊരുവനെ ഇവിടെ വിളിക്കുകയാണ്. അവൻ പറയുന്നു ഹല്ലേലൂയ സമ്പത്ത് ഞാൻ വീണ്ടെടുക്കാം, യൂത്തിനെ വീണ്ടെടുക്കുവാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ ബോബസ് ഇവിടെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. ദൈവം അയച്ചത് മരണ വഴിയിലേക്കല്ല, തകർച്ചയുടെ വഴിയിലേക്കല്ല, കഷ്ടതയുടെ വഴിയിലേക്കല്ല, വീണ്ടെടുപ്പുകാരാകുന്ന ആമേൻ രക്ഷിതാവ് അയച്ചത് ആമേൻ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവന്റെ ആമേൻ കരങ്ങളിൽ അത്രേ ഒരു ദൈവത്തിന്റെ പൈതലിനെ കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നത്. ആമേൻ ഇതിന് മുഖാന്തരവും വഴിയും ഒരുക്കിയത് പ്രിയ ദൈവത്തിന്റെ പൈതലെ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യൂത്തിന്റെ ദൃഢമാകുന്ന തീരുമാനവും പ്രതിഷ്ഠയും വിശ്വാസവുമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ദൈവാലോചന പറയുകയാണ്. നിങ്ങളുടെ തീരുമാനമാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ അന്ത്യം വരെ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ കർത്താവാകുന്ന യേശു നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും, വിടുവിക്കുക തന്നെ ചെയ്യും. മരണത്തിന്റെ കെണികൾ നിങ്ങളെ വിട്ട് മാറുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തകർച്ചയുടെ മണ്ഡലങ്ങൾ നിങ്ങളെ വിട്ട് മാറി പോകുക തന്നെ ചെയ്യും. ആമേൻ തകർക്കുന്ന കർത്താവിനെയല്ല നാം ആരാധിക്കുന്നത്, നമ്മെ പണിയുന്ന കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ പണിക്ക് വേണ്ടി കുശവന്റെ കയ്യിലായിരുന്ന ആമേൻ കളിമണ്ണ് കുശവന്റെ കൈക്ക് ഇണങ്ങിയതായിരുന്നത് പോലെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ വസ്തുതകളായി ഈ പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും താഴ്ത്തി കൊടുത്തുകൊണ്ട് നമുക്കായിരിക്കാം കേൾക്കുവാൻ പോകുന്ന ദൈവാലോചനകൾ, ദൈവിക ദൂതുകൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റൊലി കൽപ്പിക്കുന്നതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനായി നമ്മെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.